കർഷകർക്ക് തിരിച്ചറിയൽ കാർഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അതിനു പിന്നിൽ ഒരു യുവ കർഷകന്റെ ഇടപെടലുകൾ കൂടിയുണ്ട്. തൃശൂർ സ്വദേശി സതീഷ് കുമാർ നവകേരള സദസ്സിൽ പരാതി നൽകിയതോടെയാണ് തിരിച്ചറിയൽ കാർഡ് നൽകാനുള്ള ശ്രമങ്ങൾക്ക് വേഗം കൂടിയത്. വിതരണോദ്ഘാടനം കഴിഞ്ഞതോടെ ഇനി മുതൽ കതിർ ആപ്പ് വഴി കർഷകർക്ക് തിരിച്ചറിയൽ കാർഡിനായി അപേക്ഷിക്കാം. കർഷകരെ സംബന്ധിച്ച് ബാങ്കുകളിലും സർക്കാർ ഓഫീസുകളിലും ചെല്ലുമ്പോൾ കർഷകനാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുക വലിയ കടമ്പയായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്കാണ് തിരിച്ചറിയൽ കാർഡ് ലഭിക്കുന്നതോടെ പരിഹാരമാകുന്നത്. കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ വെച്ച് ചേർന്ന പരിപാടിയിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് തിരിച്ചറിയൽ കാർഡിന്റെ വിതരണോദ്ഘാടനം നടത്തി. ഇതോടെ ചർച്ചയാകുന്നത് ഒറ്റപ്പിലാവ് പാലത്തിങ്കൽ സ്വദേശി സതീഷ് കുമാറിന്റെ വിജയകരമായ ഇടപെടലുകളാണ്. യുവ കർഷകൻ കൂടിയായ സതീഷ് താനടങ്ങുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകുകയായിരുന്നു. അതേ തുടർന്ന് കൃഷിവകുപ്പ് നടത്തിയ ഇടപെടലുകൾ തിരിച്ചറിയൽ കാർഡ് വിതരണം വേഗത്തിലാക്കി. കർഷകനാണെന്നുള്ള ഐഡന്റിറ്റി തെളിയിക്കുന്ന കാർഡ് അതിന്റെ ഉദ്ഘാടനം തുടങ്ങിയത് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കർഷകൻ എന്ന രീതിയിൽ കാർഷിക ലോണുകൾക്കായാലും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ബാങ്കുകളിലായാലും ഇതര സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടാണ്. കർഷകനാണെന്ന് സ്ഥാപിക്കാനുള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ ചില ആളുകൾ നമ്മൾ കാഴ്ചയിലാണല്ലോ വിലയിരുത്തുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെയാണ് കുന്നംകുളം നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു നിവേദനം നൽകുകയുണ്ടായി. മുഴുവൻ കർഷകർക്കും മാനദണ്ഡം അനുസരിച്ച് മുഴുവൻ കർഷകർക്കും ഐഡൻറ്റിറ്റി കാർഡ്, കർഷകനാണെന്നുള്ള അവരുടെ കാർഷികമായുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായിക്കുന്നതിനുമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് വേണമെന്നുള്ളൊരു ആവശ്യം അങ്ങനെ ഒരു നിവേദനം നൽകുകയും അതിന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൃഷി വകുപ്പിൻ്റെ ഡയറക്ടർ അതിൻ്റെ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചു എന്നിട്ടുള്ള ഒരു മറുപടി വന്നിരുന്നു. അത് ഏറെ സന്തോഷമുണ്ട് ഇന്നിപ്പോൾ അത് നടപ്പിലായി എന്നുള്ളതിൽ. കൃഷിവകുപ്പ് പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പായ കതിർ വഴിയാണ് ID കാർഡിനായി രജിസ്റ്റർ ചെയ്യേണ്ടത്. സ്വന്തമായി ഭൂമിയുള്ളവർക്കും പുറമെ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നവർക്കും കാർഡിന് അർഹതയുണ്ടാകും. വ്യക്തിവിവരങ്ങളും ഭൂമി വിവരങ്ങളും ആപ്പ് വഴി അപ്ലോഡ് ചെയ്ത് ഉദ്യോഗസ്ഥരുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കർഷകർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. രാജ്യം മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഇംഗ്ലീഷ്, മലയാളം എന്നീ 2 ഭാഷകളിലും വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും. QR കോഡും ഉണ്ടാകും. നിലവിൽ സ്വന്തമായി പ്രിന്റ് ചെയ്ത് കാർഡ് രൂപത്തിലാക്കി ഉപയോഗിക്കാം. സ്പോൺസർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ 2 ലക്ഷം കാർഡ് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യാനുള്ള ആലോചനകളുണ്ടെന്ന് കൃഷി IT വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ സലീം തബസി അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.